ഹായ്. വയനാട്ടിൽ ഏതൊക്കെ നല്ല ഹോട്ടൽസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആൾക്കാരും പറയുന്ന ഒരു പേരാണ് വിൽട്ടൺ. ശരിയാണ്, വിൽട്ടൺ നല്ലൊരു ഹോട്ടലാണ്. പക്ഷേ ചില കടകളുടെ ഇൻറ്റീരിയർ കൊണ്ട് അവിടെ ഭയങ്കര പൈസയാണ്, അങ്ങോട്ട് പോയ കത്തിയാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഹോട്ടൽസുകൾ ഉണ്ടാവുമല്ലോ. പക്ഷേ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി, നല്ല ഫുഡ് കിട്ടുന്ന അത്തരം ഒരു ഹോട്ടലായിട്ടാണ് മുട്ടിലുള്ള കോപ്പ കിച്ചൺ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലക്ഷറി ഫീലാണ്. നല്ല വലിയ ഒരുപാട് ആളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോട്ടലാണിത്. അപ്പോൾ ഈ ഒരു ഇൻറ്റീരിയർ കാണുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കുമ്പോൾ ഭയങ്കര കത്തി അങ്ങോട്ട് കയറിയാൽ ശരിയാവില്ല. അങ്ങനെ ഞാനും ഒരുപാട് തവണ ഇവിടെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു തവണ വന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് വലിയ ബഡ്ജറ്റ് ഫ്രണ്ട്, വലിയ കത്തിയൊന്നും ഇല്ല, നോർമൽ ഹോട്ടലിലെ പോലെയുള്ളൂ. പിന്നെ നല്ല അടിപൊളി ലക്ഷറി ഫീല് നമുക്കിരുന്ന് കഴിക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിൽ പോയി കണ്ടാലോ? ഫുള്ളാണോ? ഹായ്. നമ്മൾ വിൽട്ടണിൽ പോയാലില്ലേ, സിസ്ലിംഗ് ബ്രൗണി വിത്ത് ഐസ്ക്രീമിന് 198 ആണ് പ്രൈസ്. ഇവിടെ അതിന് 230. ബാർബിക്യൂ ചിക്കൻ ബിരിയാണി കോട്ടൺ. ദെൻ 1 കപ്പമല. Yes. It's kingfish, right? Yes, kingfish. അപ്പോൾ ഇതാണ് സിഗ്നേച്ചർ ഐറ്റം, ഫിഷ് കപ്പമല. ഇതിലൊരു ഫിഷ് ഉണ്ടാവും, കപ്പ, മീൻകറി. അടിപൊളി ടേസ്റ്റാണ്. ഓ, ഇതാണ് അവിടെയും കണ്ടത്. അത് വാസലേനുണ്ടാവും. ഇത് രണ്ടും തീരുവോ? അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണത് കപ്പമലയിലാണ്. വായിൽ വെള്ളം വരുന്നു. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ചുമ്മാ പത്രാസിനെ വെറുതെ ഇതൊക്കെ എടുത്ത് തുടങ്ങാം. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ കയ്യിലേക്ക് വരും, എന്നാലും ഇതിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇതിങ്ങനെ കപ്പ എടുത്താൽ കറിയിൽ ഡിപ്പ് ചെയ്ത് കഴിക്കും. ഇപ്പം ബാർബിക്യൂ ബിരിയാണി ശരിയായില്ല. എന്താ വെച്ചാൽ അത് തമിഴ്നാട് സ്റ്റൈലാണ്. അപ്പം അതിൽ മറ്റേ പട്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുത്തി നിൽക്കുന്ന ടേസ്റ്റ് ഉണ്ട്. സോ എനിക്കത് ഇഷ്ടമല്ല. അപ്പോൾ കോപ്പ കിച്ചൻ വരുമ്പോൾ നമ്മൾ മുമ്പിലുള്ള പാർക്കിംഗ് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുള്ളൂ. അപ്പോൾ അങ്ങനെയല്ല, ഇതിൻ്റെ ബാക്കിൽ ഭയങ്കര വിശാലമായ ഒരു പാർക്കിംഗ് ഉണ്ട്. പ്ലസ് കുഞ്ഞുകുട്ടിയൊക്കെ കളിക്കാനുള്ള ഒരു പ്ലേ ഏരിയ കൂടി ഇവിടെ ഉണ്ട്. അപ്പോൾ പാർക്കിംഗ് കുറവുകൊണ്ട് ആൾക്കാർ ഇവിടെ കയറാതിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്ര ഐറ്റംസ് കഴിച്ചതിന് 850 രൂപയാണ് ആയിട്ടുള്ളത്. ഈവനിങ് ഇങ്ങനെയൊരു സ്നാക്ക് ഏരിയ കൂടി ഇവിടെയുണ്ട്. അതായത് മെയിൻ ഏരിയ ഫുഡ് കഴിക്കാൻ ഇവിടെയും